ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. കർത്താവ് യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരെയും യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേ ആമേ. ഞാൻ നിങ്ങൾക്കായി ഒരു ചെറിയൊരു സന്ദേശം ഒരുക്കിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാം. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ വന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവർ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി അവൻ പ്രയാണം ചെയ്തു. ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു മിന്നൽ വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് അവനോട് പറഞ്ഞു. ഈ ശബ്ദം കേട്ട നീ ആരാവുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന്. ആമേൻ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമ്മളാണ് വായിച്ചത്. നമ്മൾ കേട്ടിരിക്കുന്നു, പൗലോസ് എന്ന് പറഞ്ഞ വ്യക്തി, അതിന് മുൻകാലങ്ങളുടെ പേര് ശൗൽ എന്നായിരുന്നു. അപ്പോൾ ശൗല് ഈ ക്രിസ്തീയ മാർഗക്കാരെ പിടിച്ചുകെട്ടി കൊല ചെയ്യേണ്ടതിനും തകർക്കേണ്ടതിനും എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, ഏതെല്ലാം രീതി ഉപദ്രവിക്കാൻ പറ്റുമോ ആ രീതിയിൽ ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. യഹൂദൻ, അദ്ദേഹം തർക്കശാസ്ത്രം പഠിച്ച വ്യക്തി, സമ്പന്നൻ, വിദ്യാസമ്പന്നൻ, അന്നത്തെ കാലത്ത് 9.5 കോടി രൂപയുടെ സ്വത്തുള്ള ആൾ. അപ്പം അത്രയും ഉന്നത പദവിയിൽ നിൽക്കുന്ന ഈ പൗലോസ് ഒരു ഭക്തനായിരുന്നു. ഈ പൗലോസ് എന്ന് പറഞ്ഞ വ്യക്തി ഭക്തിയുടെ മാർഗത്തിൽ ചെയ്ത് കൂട്ടുന്ന കോലാഹലങ്ങൾ ഒന്നും അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. കാരണം അവർ ക്രിസ്തുവിനെ അല്ല ദൈവമായി സ്വീകരിച്ചിരുന്നത്, അവർ വേറൊരു മാർഗത്തിലായിരുന്നു. അതുകൊണ്ടാണ് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ആ ദൈവത്തിൻ്റെ അപ്പോസ്തലനായ, ആ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദാസനായ ആ സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ അവരുടെ വസ്ത്രം കാക്കുന്നവനായി, അതിലൊരുവനായി ആ കൂട്ടത്തിൽ, ആ കൊലപാതകത്തിൽ പങ്കുചേർന്ന ആ പൗലോസ് പിന്നത്തേതിൽ അനേകരെ പിടിച്ചുകെട്ടി കൊല്ലേണ്ടതിനും അധികാരപത്രം മേടിച്ച് കുതിരപ്പുറത്ത് വരുമ്പോൾ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് യേശു കർത്താവ് ആകാശത്തെ സൂര്യനെ വീഴുന്ന പ്രകാശത്തിൽ അധിവസിക്കുന്ന കർത്താവ് സൂര്യനെ വീഴുന്ന പ്രകാശത്തിലൂടെ അവൻ്റെ ശരീരത്തിൽ മിന്നലേറ്റു. അവിടെ പൗലോസ് താഴെ വീണു. ശൗലേ ശൗലേ, നീ ഉപദ്രവിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചപ്പോൾ, നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിച്ചപ്പോൾ, നീ ഉപദ്രവിക്കുന്ന യേശു ആവുന്നു എന്ന് കർത്താവ് പറയുവാനിടയായിത്തീർന്നു. എൻ്റെ പൈതലെ, ഞാനൊരു ചെറിയ സന്ദേശം നിങ്ങൾ പറയുവാനാണ്, ഒരു മർമ്മം പറയുവാൻ, നിങ്ങൾക്കൊരു ദൂത് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഇതിൻ്റെ ആകത്തുക. ഞാൻ പറയട്ടെ, പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ഓർത്തോ, നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ നിങ്ങളെ തകർക്കുവാനായി മന്ത്രവാദമോ ആവിചാരമോ എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ സ്വത്ത് കവർന്നെടുത്തതോ, നിങ്ങളുടെ ജോലി കളയിപ്പിച്ചോ, നിങ്ങൾക്കെതിരെ പരദൂഷണം പറഞ്ഞതോ, നിങ്ങൾക്കെതിരെ കുറ്റം പറഞ്ഞതോ, നിങ്ങൾക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തതോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഞാൻ പറയട്ടെ എൻ്റെ പൊന്നു പൈതലേ, നീ യേശുവിൻ്റെ മകനോ മകളോ ആണെങ്കിൽ നീ ഭാരപ്പെടണ്ട, നീ ഭയപ്പെടണ്ട. നിന്നെ തൊടുവാൻ ഒരു ശക്തിക്കും യേശു കർത്താവ് വിട്ടു കൊടുക്കില്ല. അതിൻ്റെ തെളിവാകുന്നു നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? യേശുവിനെ ഉപദ്രവിച്ചതിന് തുല്യമാണ് യേശുവിനെ സേവിക്കുന്ന വ്യക്തികളെ ഉപദ്രവിക്കുന്നത്. കാരണം യേശുവിനെ ഉപദ്രവിച്ചാൽ യേശു പറയും, നീ ഉപദ്രവിക്കുന്നത് എന്നെ, എൻ്റെ സഹോദരനെ ഉപദ്രവിച്ചാൽ, എൻ്റെ വ്യക്തിയെ ഉപദ്രവിച്ചാൽ, എൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചാൽ, എൻ്റെ മാതാവിനെ ഉപദ്രവിച്ചാൽ അത് എന്നെയാകുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ആ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ കഴിവുള്ള ആ യേശുവിനെ ഉപദ്രവിച്ചു. യഹൂദിയയിലുള്ള സകല വിശ്വാസികളെയും കൊന്നുമുടിക്കുവാൻ പദ്ധതിയിട്ടപ്പോൾ നിങ്ങൾ അറിയണം, പിന്നെ പൊന്നു പൈതലെ, പൗലോസ് ഉപദ്രവിച്ചത് വിശ്വാസികളെയാണ്. അപ്പോൾ തന്നെ യേശു ചോദിക്കുന്നു, നീ എന്നെ ഉപദ്രവിക്കുന്നത്? ആമേൻ, ആമേൻ.
അപ്പം നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നെങ്കിൽ വാക്കിലോ നോട്ടത്തിലോ പ്രവൃത്തിയിലോ ആഭിചാരത്തിലോ മന്ത്രവാദത്തിലോ നിങ്ങളെ ഏത് വിധേന ഉപദ്രവിച്ചാലും, ജോലി സ്ഥലത്തായാലും ഭവനത്തിലായാലും അയൽവക്കമായാലും വരവിലും പോക്കലായാലും പേടിക്കേണ്ട പ്രിയ പൈതലേ. നിങ്ങളെ ഉപദ്രവിക്കുന്ന വ്യക്തി നിങ്ങളെ അല്ല, നിങ്ങളുടെ തലയാവുന്ന കർത്താവിനെ അത്രേ ഉപദ്രവിക്കുന്നത്. ഈ കർത്താവ് ഒന്ന് ഇടപെട്ടാൽ ഒരു മിന്നൽ മതി. ഹല്ലേലൂയ. ശക്തനായ ആ പൗലോസിനെ ആ കുതിരപ്പുറത്തുനിന്ന് വലിച്ചു താഴെയിടുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന ഏത് ശക്തി ആയിക്കോട്ടെ, ഏത് വ്യക്തി ആയിക്കോട്ടെ, അവനെ തകർക്കുവാൻ, അവനെ നേരെ കൊണ്ടുവരുവാൻ, അവനെ വഴിക്ക് കൊണ്ടുവരുവാൻ ഈ യേശുവിനെ കഴിയുമെന്ന് ഈ തിരുവചനത്തിലൂടെ ഉറപ്പിച്ചിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എസ്തേറിന്റെ പുസ്തകത്തിൽ യഹൂദനായ മൊർദെഖായിയെ കൊന്നുമുടിക്കേണ്ടതിന് ഹാമാനായ അഹസ്വേരോശ് രാജാവിൻ്റെ കാര്യവിചാരകനായ ആമാൻ ഈ മൊർദെഖായിയെ കൊല്ലുവാൻ തക്കവണ്ണം അവൻ 50 അടി ഉയരമുള്ള കഴുമരങ്ങൾ ഒരുക്കി വെച്ചിട്ട് യഹൂദന്മാരെ മൊത്തമായി കൊന്നുപിടിക്കേണ്ടതിന് അഹസ്വേരോശ് രാജാവിൽ നിന്ന് യഹൂദന്മാരെ കൊല്ലുവാനുള്ള ആ പത്രം എഴുതി വാങ്ങിച്ചിട്ട് എല്ലാ രാജ്യങ്ങളിലേക്കും അത് പകർപ്പ് അയച്ചു. അത് യഹൂദനായ മൊർദെഖായി മാത്രം അവിടെ ഉള്ളപ്പോൾ ഈ യഹൂദനായ മൊർദെഖായിയെ മാത്രം കൊന്നാൽ പോരാ, യഹൂദന്മാരായിട്ടുള്ള സകലരെയും കൊന്നുമുടിക്കണമെന്ന് പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയിരിക്കുന്ന ആമാൻ അവിടെ ഈ മൊർദെഖായിയെ തകർക്കുവാനായി നോക്കി. പക്ഷേ ഒരു സഹോദരൻ ഒരു കാര്യം അറിഞ്ഞോ? ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് അറിയപ്പെടുന്ന യഹൂദനെ തകർക്കുവാൻ സാധ്യമല്ലെന്ന് അവിടെ എസ്തേറിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ യേശു രാജാവ്. നിങ്ങൾക്കറിയാമോ, അവിടെ മൊർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകനായ എസ്തേറിനെ അവിടെ രാജ്ഞിയായി കയറ്റേണ്ടി വന്നു. ആ രാജകൊട്ടാരത്തിൽ എസ്തേറിന് മുമ്പ് അഹസ്വേരോശ് രാജാവിൻ്റെ ഭാര്യയായിരുന്ന വസ്തി രാജ്ഞി അവിടെ രാജാവിൻ്റെ 3-ാം ആണ്ടിൽ അവർ വിരുന്ന് സൽക്കാരം നടത്തിയപ്പോൾ ആ സൽക്കാരത്തിൽ ആ സകല ഷണ്ണന്മാരുടെയും രാജാക്കന്മാരുടെയും മുമ്പിൽ ആ രാജകിരീടം ധരിച്ചുകൊണ്ട് രാജ്ഞിയോട് അവൾ വരുവാൻ പറഞ്ഞപ്പോൾ രാജ്ഞി അത് നിരസിച്ചു. രാജ്ഞി അത് നിരസിച്ചില്ലായിരുന്നുവെങ്കിൽ വസ്തി രാജ്ഞി അവിടെ അത് നിരസിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളുടെ ഹല്ലേലൂയ എസ്തേറിന് അവിടെ പ്രവേശിക്കുവാൻ സാധ്യമല്ലായിരുന്നു. എന്തുകൊണ്ട്? ഹാമാനായ ഈ ശത്രു, ഈ വലിയ കൊടും ക്രൂരൻ യഹൂദന്മാരെ മുച്ചൂട് മുടിക്കുമെന്ന് ഹല്ലേലൂയ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് രാജാവിനോട് വലിയൊരു കൽപ്പന പുറപ്പെടുപ്പിച്ച് യഹൂദന്മാരെ രക്ഷിക്കണമെങ്കിൽ ഈ രാജസന്നിധിയിൽ എത്തേണ്ടവർ എത്തിയേ പറ്റുകയുള്ളൂ എന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ആ വസ്തി രാജ്ഞി ആ രാജകൽപ്പന നിരസിച്ചു. അതിൻ്റെ ഫലമായി എസ്തേർ അവിടെ രാജാവിൻ്റെ ഭാര്യയായി ചെല്ലുവാനിടയായി തീർന്നു. ആമേൻ, ആമേൻ. അവിടെ ഈ രാജാവിൻ്റെ സന്നിധിയിരിക്കുന്ന ആമാൻ വലിയ കോപക്കാരനും അഹങ്കാരിയുമായിരുന്നത് കൊണ്ട് അവൻ വിചാരിച്ചു രാജാവിൻ്റെ സന്നിധിയിൽ രാജാവിൻ്റെ കൂടെ ഇരിക്കുകയും നടക്കുകയും വരികയും ചെയ്യുമ്പോൾ അവനേക്കാൾ അധികമായി രാജാവാരും സ്നേഹിക്കത്തില്ല എന്ന് ധരിച്ചിരുന്നു. എന്നാൽ ആ രാജാവിനെ കൊല്ലുവാനായിട്ട് അഹസ്വേരോശ് രാജാവിനെ വധിക്കുവാനായി അവിടെ കാവലുന്ന 2 ഷണ്ഡന്മാർ പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയപ്പോൾ ആ വിവരം രാജാവിനെ അറിയിച്ചപ്പോൾ മൊർദെഖായി അത് കേട്ടു. ആ സന്ദേശം രാജാവിനെ അറിയിച്ചു. മൊർദെഖായിക്ക് ലഭിക്കേണ്ട ഒന്നും കൊടുത്തില്ല. ആ രാജാവ് ഒരു ദിവസം ദിനവൃത്താന്ത പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് മൊർദെഖായി ഇന്ന കാര്യങ്ങൾ ചെയ്തു, എൻ്റെ മൊർദെഖായിന്ന് കൊടുത്തതായിട്ട് എഴുതിയില്ല. പ്രിയ പൈതലേ, ഞാനൊരു കാര്യം പറയട്ടെ. അവിടെ പൗലോസ് ഹല്ലേലൂയ ഈ യേശുവിനെ സേവിക്കുന്ന മാർഗക്കാരെ മുച്ചൂട് മുടിക്കുവാൻ പദ്ധതിയിട്ടപ്പോൾ ഹല്ലേലൂയ കർത്താവ് സൂര്യനെ വരുന്ന പ്രകാശത്തിൽ ആ മിന്നൽ പോലെ അയച്ച് പിടിച്ചുവെങ്കിൽ ഇവിടെ അഹസ്വേരോശ് രാജാവിൻ്റെ ഉറക്കം കെടുത്തി ദിനവൃത്താന്ത പുസ്തകം വായിപ്പാനിടയായി. അതിലൂടെ അത് വായിച്ചപ്പോൾ ഹാമാനോടിനെ വിളിപ്പിച്ചു. ഹാമാനോട് ചോദിച്ചു, ഹാമാനെ, രാജാവ് ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ഞാൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെയാണോ അതൊക്കെ ഒരുക്കിക്കൊള്ളുക. ആമേൻ. ഹാമാൻ പെട്ടെന്ന് ഭാര്യയോട് ചെന്ന് പറയാണ്, രാജാവ് എന്നെ വിളിച്ചിരുന്നു, രാജാവിന് ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ സാധനവും ഒരുക്കിക്കൊള്ളുക, രാജാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെയാണ് എന്ന് പറഞ്ഞ് ഭാര്യയോട് സംസാരിച്ചു. പ്രിയ സഹോദര, ഞാൻ പറയട്ടെ,
ഈ ആമാൻ തിരിച്ചു വന്ന് എല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോൾ ആമാനോട് രാജാവ് പറയുകയാണ്, മൊർദെഖായിയെ വിളിക്കുക, അവന് ഈ കൊണ്ടുവന്ന സകലതും, രാജവസ്ത്രവും മുദ്രമോതിരവും സകലതും അണിയിക്കുക, നഗരത്തിൽ കറക്കുക. ആമാൻ അവിടെ തകർന്നു പോയി. ആമാൻ ഓടി വീണ്ടും വൈഫിൻ്റെ അടുത്ത് ചെന്നു, ഭാര്യയോട് കാര്യം പറഞ്ഞു. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സഹോദര ഈ സന്ദേശത്തിലേക്ക് വന്നത്. നിങ്ങൾക്കറിയാമോ, ആമാൻ്റെ ഭാര്യ പറയാണ്, നീ തോൽവി തുടങ്ങിയിരിക്കുന്നു. അവൻ ഒരു യഹൂദ വംശക്കാരനാകിയാൽ, അവനൊരു യഹൂദനാകിയാൽ നിനക്ക് അവനെ ജയിക്കുവാൻ സാധ്യമല്ല. പിന്നെ പ്രിയ സഹോദര, ഞാൻ പറയട്ടെ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്നെ തകർക്കുവാൻ എത്ര ഉയരമുള്ള കഴുമരം ഉയർത്തി വെച്ചാലും, അതിനകത്ത് എത്ര എരിയുന്ന തീച്ചൂള വർദ്ധിപ്പിച്ചാലും, എത്ര വലിയ പ്രതികൂലങ്ങൾ നിനക്ക് ആഞ്ഞടിച്ചാലും നിന്നെ തകർക്കുവാൻ പറ്റില്ല. നിന്നെ മുച്ചൂട് മുടിക്കുവാൻ നോക്കുന്ന സകല മാർഗങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ ഹാലേലൂയ സോദോം ഗോമോറ പട്ടണത്തെ ഹാലേലൂയ തകർക്കുവാൻ ഹാനായ് ലഖോറ മഷ്കത്തുര ആ സോദോം ഗോമോറ പട്ടണം ഹാലേലൂയ തകർക്കുവാനായി സ്വർഗത്തിൽ നിന്ന് ഗന്ധകമിറക്കി കത്തിച്ചുവെങ്കിൽ ഞാൻ പറയട്ടെ സഹോദര, നമ്മൾ യേശുവിൻ്റെ പൈതലാണെങ്കിൽ നിങ്ങളെ തകർക്കുവാൻ, യേശുവിൻ്റെ പൈതലിനെ തകർക്കുവാൻ സാധ്യമല്ല. തകർക്കുവാൻ കർത്താവ് അനുവദിക്കില്ല. ലോകമാറേക്കേശിക്കുക. കർത്താവെ, ഈ എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നും കർത്താവെ ആ 9-ാം അധ്യായത്തിൽ നിന്നും കർത്താവെ ലഭിച്ച ഈ സന്ദേശം ഇവർക്ക് കൈമാറിയിരിക്കുന്നു. കർത്താവ് യേശുവിനെ സേവിച്ചിരിക്കുന്ന ഈ പൈതങ്ങളെ തൊടുവാനോ, ഈ പൈതങ്ങളെ തകർക്കുവാനോ, ജോലിയോ അല്ലെങ്കിൽ ഭവന നിർമ്മാണമോ അല്ലെങ്കിൽ കുട്ടികളുടെ കല്യാണമോ അവരുടെ പഠിത്തമോ കർത്താവെ അവരുടെ യാത്രയോ ഒന്നും തകർക്കുവാനോ തടുക്കുവാനോ ഇടവരാതെ ഈ കേട്ട വചനം കർത്താവെ ഈ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി തീരണം. കർത്താവെ, ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ സന്ദേശം കേട്ട വ്യക്തികളെ തിരുരക്തത്താൽ മുദ്ര വെക്കുന്ന കർത്താവെ, അവർക്ക് ഉറപ്പും ധൈര്യമുള്ളവരായി തീരേണ്ടതിന് ഈ വചനം അവരുടെ ഹൃദയങ്ങളെ പ്രകാശിക്കട്ടെ, ഹൃദയത്തിൽ ബലമുണ്ടാകട്ടെ. അവർക്ക് കർത്താവെ ശക്തിയും ബലവും ധൈര്യവും ഉണ്ടാകട്ടെ. എല്ലാ മഹത്വം കർത്താവ് എടുക്കണം. പ്രാർത്ഥനയായിട്ട് സ്തോത്രം. യേശു രാജാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.